കുഞ്ഞുങ്ങളുടെ താടിയെല്ലുകൾ ചെറുതാണ്. അതുകൊണ്ട് പാൽപ്പല്ലിന്റെ സൈസും എണ്ണവും വ്യത്യാസമുണ്ട്. താടിയെല്ലിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് പല്ലുകളുടെ എണ്ണവും കൂടും. അതുപോലെ തന്നെ പല്ലുകളുടെ സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. എന്നാൽ സ്ഥിരദന്തങ്ങൾ വരുമ്പോൾ 32 പല്ലുകളാണ് ഉള്ളത്. ഇതാണ് പെർമനന്റ് ടീത്തിന്റെ ഏകദേശ സമയക്രമം എന്ന് പറയുന്നത്. 6 മുതൽ 7 വയസ്സിൽ ആദ്യത്തെ അണപ്പല്ല് വായിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ 6 മുതൽ 7 വയസ്സിൽ തന്നെ വരുന്ന പല്ലാണ് താഴത്തെ ഫ്രണ്ടിലെ പല്ലുകൾ. അതിനെ സെൻട്രൽ ഇൻസൈസർ എന്ന് പറയും. ലോവർ സെൻട്രൽ ഇൻസൈസർ വരുമ്പോൾ അതിന്റെ പാൽപ്പല്ലിനെ പോയിട്ട് ആ സ്ഥാനത്താണ് വരുന്നത്. എന്നാൽ അണപ്പല്ല് വരുമ്പോൾ ഒരു പാൽപ്പല്ലും പോയിട്ട് വരുന്നതല്ല, അത് ഈ പല്ലുകളുടെ എല്ലാം അവസാനമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി കേടുവരാൻ സാധ്യതയും കൂടുതൽ ഈ അണപ്പല്ലിനാണ്. അതിനാൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഗർഭകാലത്ത് തന്നെ പല്ലിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. 6 മാസം ആകുമ്പോഴേക്കും പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. 2-2.5 വയസ്സാകുമ്പോഴേക്കും എല്ലാ പാൽപ്പല്ലുകളും വായിൽ ഉണ്ടാകും. ഒരു 3 മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകാം. അത് വലിയ കാര്യമായി എടുക്കേണ്ടതില്ല. കാരണം ഓരോ കുട്ടികളിലും ഡെവലപ്മെന്റ് വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് ടൂത്ത് ഡെവലപ്മെന്റിന്റെയും കാര്യത്തിൽ. പെർമനന്റ് ഡെന്റിഷൻ വരുമ്പോൾ ഏകദേശം എല്ലാ പല്ലുകളും ബർത്തിന് ശേഷം ആണ് ടൂത്ത് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ആദ്യത്തെ അണപ്പല്ല് ബർത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായി വായിൽ കാണപ്പെടുന്ന പല്ലുകളും ഫസ്റ്റ് മോളാർ ആണ്. 6 മുതൽ 7 വയസ്സ്. പല്ലിന്റെ ഫോർമേഷൻ ഗർഭകാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് 5 months in utero, 7 months in utero. പ്രീനേറ്റൽ ടൂത്ത് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. 6 മാസം ആകുമ്പോഴേക്കും പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. താഴത്തെ 2 സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ് 6 മാസം ആകുമ്പോൾ വരുന്നത്. 2 വയസ്സാകുമ്പോഴേക്കും എല്ലാ പാൽപ്പല്ലുകളും വായിൽ ഉണ്ടാകും. 5 വയസ്സാകുമ്പോൾ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് പാൽപ്പല്ല് കൊഴിയുന്നത്? നമ്മുടെ പെർമനന്റ് ടൂത്ത് ബഡിന്റെ പ്രഷർ കാരണം റൂട്ട് റിസോർപ്ഷൻ നടക്കുന്നു. അതായത് ഇതാണ് മിൽക്ക് ടീത്ത്, ഇത് പെർമനന്റ് ടീത്ത്. പെർമനന്റ് ടീത്ത് വരുമ്പോൾ അതിന്റെ പ്രഷർ കൊണ്ട് വേരുകൾ അലിയിച്ചു കളയുന്നു. അങ്ങനെയാണ് ആ സ്ഥാനത്തേക്കാണ് പെർമനന്റ് ടീത്ത് വരുന്നത്. ഇതാണ് അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. 6 വയസ്സാകുമ്പോൾ അണപ്പല്ലുകൾ വരും. 6 മുതൽ 7 വയസ്സിൽ താഴത്തെ സെൻട്രൽ ഇൻസൈസറും വരും. സാധാരണയായി പാൽപ്പല്ലിന്റെ റൂട്ട് റിസോർപ്ഷൻ നടന്നിട്ട് ആ സ്ഥാനത്താണ് പെർമനന്റ് ടീത്ത് വരുന്നത്. എന്നാൽ ഇവിടെ പാൽപ്പല്ല് കൊഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പാൽപ്പല്ലിന്റെ പിന്നിലായിട്ടാണ് പെർമനന്റ് ടൂത്ത് ഇറപ്ഷൻ നടക്കുന്നത്. ഇത് താഴത്തെ പല്ലുകളിലാണ് കൂടുതലും കാണുന്നത്. എന്നാൽ മുകളിലത്തെ ഫ്രണ്ടിലെ പല്ലുകൾ വരുമ്പോഴും ചിലരിൽ ഇത് കാണാറുണ്ട്. ഇത് ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു 5 മുതൽ 7 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഷാർക്ക് ടീത്ത് എന്ന് വിളിക്കുന്നത്? ഷാർക്കിൽ നിരവധി നിരകളുണ്ട് പല്ലിന്. 15ഓളം റോസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ചില ടൈപ്പ് ഓഫ് ഷാർക്കില് 35,000 പല്ലുകളാണ്. അത് പോയിട്ട് അതിനെ റീപ്ലേസ് ചെയ്ത് അതിന്റെ ലൈഫ് ടൈമിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഷാർക്ക് ടീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡബിൾ റോസ് ഓഫ് ടീത്ത്, അതായത് 2 നിര പല്ല് കാണുന്നുള്ളത് കൊണ്ടാണ് ഷാർക്ക് ടീത്ത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ
ഈ ഒരു അവസ്ഥ നിങ്ങളുടെ കുട്ടികളിൽ കണ്ടെന്ന് വരാം. അങ്ങനെയെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യം ഉടനെ തന്നെ ഇല്ല. ഇതൊരു എമർജൻസി കേസ് അല്ല. ഒന്ന് പല്ലിനെ എക്സാമിൻ ചെയ്യുക. എന്തെങ്കിലും കുലുക്കമുണ്ടോ എന്ന് നോക്കുക. അയഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അതായത് തന്നെ പോകാനായി കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കണം. ആ ടൈമിൽ കുട്ടിക്ക് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുക്കുക. ആപ്പിൾ, ക്യാരറ്റ് ഒക്കെ കടിച്ചു കഴിക്കാനായിട്ട് കൊടുക്കുക. പല്ല് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഹാർഡ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക. അപ്പോൾ തന്നെ പോയിക്കോളും. ഇനിയിപ്പോൾ തീരെ കുലുക്കമൊന്നുമില്ലെങ്കിൽ കുഞ്ഞിനെ സ്വയം തന്നെ റൊട്ടേഷൻ മൂവ്മെന്റ്, സൈഡ് മൂവ്മെന്റ് ഒക്കെ ചെയ്യാൻ പറയണം. എന്നിട്ടും പോകുന്നില്ല എങ്കിൽ ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കാണണം. അപ്പോൾ ഡെന്റിസ്റ്റ് ഒരു എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പല്ല് യഥാസ്ഥാനത്താണോ വരുന്നത്, അതുപോലെ പാൽപ്പല്ലുകളുടെ റൂട്ട് എത്രത്തോളം റിസോർപ്ഷൻ നടന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പല്ല് എടുക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. ഇത് കാണുമ്പോൾ കമ്പി ഇടണമോ എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. സാധാരണഗതിയിൽ നാവിന്റെ ഫോഴ്സ് കൊണ്ട് തന്നെ ക്രമേണ ആ പല്ല് യഥാസ്ഥാനത്ത് വരുന്നതായിരിക്കും. ഒരു 11-12 വയസ്സായിട്ടും പല്ലുകളൊന്നും നിരയില്ലാതെ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കുന്നത് നന്നായിരിക്കും.